ഹജ്ജ് അലി ശരീഅത്തി അധ്യായം 3 മീഖാത്ത്. നേരത്തെ സൂചിപ്പിച്ച പ്രകടനം ആരംഭിക്കുന്നത് മീഖാത്തിൽ വെച്ചാണ്. മീഖാത്ത് അഥവാ ദുൽ ഹുലൈഫ, ഇവിടെ വെച്ചാണ് പ്രവാചകൻ ഹജ്ജിന് പുറപ്പെട്ടത്. മദീനക്ക് 8 നാഴിക അകലെയാണ് സ്ഥലം. 5 മീഖാത്തിൽ മദീനയിൽ നിന്നും വരുന്നവർക്കുള്ള മീഖാത്താണ് ദുൽ ഹുലൈഫ. ഇന്ത്യയിൽ നിന്നുള്ളവരുടെ മീഖാത്ത് യലംലം. ഇവിടെ വച്ച് അഭിനേതാവ്, അതായത് മനുഷ്യരാശി, വസ്ത്രം മാറുന്നു. വസ്ത്രം ഒരുവൻ്റെ ശരീരവും വ്യക്തിത്വവും മറയ്ക്കുന്നു. ഒരുവനും വസ്ത്രം അണിയുന്നില്ല, വസ്ത്രം അവനെ മൂടുകയാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ, സമൂഹത്തിലെ സ്ഥാനം, വ്യതിരിക്തത, വർണ്ണാഭിമുഖ്യം എന്നിവയുടെ പ്രതീകമാണ് വസ്ത്രം. ജനങ്ങൾക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്ന കൃത്രിമ അതിരുകൾ അവ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഈ വ്യത്യാസം വിവേചനത്തിന് വഴിവെക്കുന്നു. കൂടാതെ ഞങ്ങൾ എന്നതിന് പകരം ഞാൻ എന്ന ആശയം പ്രത്യക്ഷപ്പെടും. യജമാനൻ അടിമ, മർദ്ദകൻ മർദ്ദിതൻ, കൊളോണിയലിസ്റ്റ് കോളനി ജനത, ചൂഷകൻ ചൂഷിതൻ, ബലവാൻ ദുർബലൻ, ധനികൻ ദരിദ്രൻ, സന്തുഷ്ടൻ ദുഃഖിതൻ, പടിഞ്ഞാറൻ കിഴക്കൻ, അറബി അനറബി. മനുഷ്യരാശി വർണ്ണങ്ങളും രാജ്യങ്ങളും വർഗങ്ങളും ഉപവർഗങ്ങളും കുടുംബങ്ങളുമായി ഭിന്നിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകമായ സ്ഥാനവും മൂല്യങ്ങളും പേരും അന്തസ്സുമുണ്ട്. എല്ലാം എന്തിനാണ്? തങ്ങളെ പ്രകടിപ്പിക്കാൻ കനത്ത ചായക്കൂട്ട് തേച്ചാണെങ്കിലും. എന്നാൽ ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾ ആ വസ്ത്രങ്ങളെല്ലാം മീഖാത്തിൽ വിട്ടേച്ചു പോകുന്നു. പകരമായി ധരിക്കുന്നതോ വെളുത്ത കഫനും, അതായത് മൃതദേഹം മറയ്ക്കുന്ന വസ്ത്രം. നിങ്ങൾ മറ്റുള്ളവരെ പോലെ വസ്ത്രം ധരിക്കുന്നു. ഏകരൂപം പ്രത്യക്ഷപ്പെടുന്നത് നോക്കൂ. നിങ്ങൾ വെറും ഒരു ഘടകമായി മാറുന്നു. എന്നിട്ട് സംഘത്തിൽ ചേരുന്നു. ഒരു ജലത്തുള്ളിയായി കടലിൽ ചേരുന്നു. അഹങ്കരിക്കാതെ. നിങ്ങൾ ഇവിടെ എത്തിയത് ആരെയും കാണാനല്ല. വിനയാന്വിതനാകൂ. നിങ്ങൾക്ക് അല്ലാഹുവിനെ ദർശിക്കാം. തൻ്റെ നശ്വരത തിരിച്ചറിയുന്ന ഒരുവനാകൂ. സ്വന്തം അസ്തിത്വം അനുഭവിച്ചറിയുന്ന മർത്യനാകൂ. മീഖാത്തിൽ നിങ്ങൾ നിങ്ങളുടെ വംശവും ഗോത്രവും എന്തായാലും എല്ലാം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ചെന്നായ അല്ലാതാവുന്നു, എലിയല്ലാതാവുന്നു, കുറുക്കനല്ലാതാവുന്നു, ചെമ്മരിയാടല്ലാതാവുന്നു. പകരം വീണ്ടും മനുഷ്യനായിത്തീരുന്നു. ആദമിനെപ്പോലെ ശുദ്ധപ്രകൃതനായി ജീവിക്കുന്നു. ഇനി 2 കഷ്ണം തുണി കൊണ്ട് നിങ്ങൾ ശരീരം മറയ്ക്കുക. ഒന്ന് നിങ്ങളുടെ ചുമലിന് ചുറ്റിലും, മറ്റൊന്ന് അരയിലും. പ്രത്യേക വസ്ത്രധാരണ രീതിയോ തുണിത്തരമോ ഇവിടെ ഉപയോഗിക്കുന്നില്ല. സാധാരണ തുണി. ഏവരും ഒന്ന് തന്നെ ധരിക്കുന്നു. ഇഹ്റാം. ഒരു വ്യത്യാസവും കാണാൻ കഴിയുന്നില്ല. ഹജ്ജിനായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന സംഘങ്ങൾ മീഖാത്തിൽ സന്ധിക്കുന്നു. ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് പലരും. ഹജ്ജിന് പോകുമ്പോൾ ഒരുവൻ എന്താണ് എന്നതല്ല കാര്യം, എന്താവുന്നു എന്നതാണ്. ഖുർആൻ പറയുന്നു, അല്ലാഹുവിലേക്ക് തന്നെയാണ് മടക്കയാത്ര. 24-ാം അധ്യായം 42-ാമത്തെ വചനം. എല്ലാം ഒരിടത്തേക്ക് യാത്ര ചെയ്യുന്നു. പരിണാമം, മരണവും ജനനവും, ജനനവും മരണവും, വൈരുദ്ധ്യം, മാറ്റം, ദിശ, എല്ലാം അവൻ്റെ മുഖമൊഴിച്ച് എല്ലാം നശിക്കുന്നു. 28-ാമത്തെ അധ്യായം 88-ാമത്തെ വചനം. അള്ളാഹു കേവല സത്തയാണ്, പരിപൂർണവും അനശ്വരവുമായ ഉണ്മ. ഓരോ നിമിഷത്തിലും അവൻ പുതിയ കാര്യങ്ങളിലാകുന്നു. 55-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. ഹജ്ജും ഒരു ചലനമാണ്. മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അവൻ്റെ അഹംഭാവവും സ്വാർത്ഥവും മീഖാത്തിൽ കുഴിച്ചു മൂടപ്പെടുന്നു. അവൻ തൻ്റെ മൃതദേഹത്തിന് സാക്ഷിയാവുന്നു. സ്വന്തം ഖബറിടം സന്ദർശിക്കുന്നു. അവൻ്റെ ചരമലക്ഷ്യത്തെപ്പറ്റി അവൻ ബോധവാനാകുന്നു. മീഖാത്തിൽ നിന്നവൻ മിയാദിലേക്കുള്ള മരുഭൂമി താണ്ടണം. അന്ത്യനാൾ പോലെയാണ് ഈ രംഗം. ചക്രവാളത്തിൻ്റെ ഒരു തലപ്പിൽ നിന്ന് ഒരു ശ്വേതസൈന്യം പുറപ്പെടുന്നു. ഏവരും ധരിച്ചിരിക്കുന്നത് കഫനാണ്. ആരെയും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരുടെ ശരീരങ്ങൾ മീഖാത്തിൽ വിട്ടേച്ചു പോന്നിരിക്കുകയാണ്. പ്രചോദിതരായ ആത്മാക്കൾ മാത്രമാണ് ഇപ്പോഴവർ. ഈ വൻ സംഘത്തിൽ പേരുകളില്ല.
വംശങ്ങളില്ല. ഐക്യത്തിൻ്റെ യഥാർത്ഥമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വം ഇവിടെ മനുഷ്യൻ പ്രകടിപ്പിക്കുകയാണ്. ഈ കാന്തിക മണ്ഡലത്തിൽ ഭയവും ആഹ്ലാദവും ആവേശവും ആകർഷണീയതയും പരിഭ്രമവും ഉന്മാദവും അണുപ്രായമായ ഘടകങ്ങളാണ്. ഈ മണ്ഡലത്തിൻ്റെ മധ്യത്തിലാണ് അള്ളാഹു. മനുഷ്യൻ ആ സ്ഥാനം ലക്ഷ്യമാക്കുന്ന പ്രയാണത്തിലാണ്. ഈ മരുഭൂമിയിൽ എല്ലാ ജനപദങ്ങളും ഒന്നായി ചേരുന്നു, ഒരു ഗോത്രമായിത്തീരുന്നു, ഒരേ കഅബയെ അഭിമുഖീകരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ നീക്കുകയും വ്യക്തിയെന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള പ്രത്യേകതകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടെ നിങ്ങൾ ഈ വൻ പ്രവാഹത്തിൻ്റെ ഭാഗമാകുന്നു. ഇതാണ് ഇഹ്റാം. ഹജ്ജ് തീർത്ഥാടകൻ്റെ വസ്ത്രം ഹജ്ജിന് പുറപ്പെട്ടവൻ്റെ മാനസികാവസ്ഥയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇഹ്റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇഹ്റാം എന്ന അവസ്ഥ. ഏവനും ഈ അവസ്ഥയിൽ ഉരുകിയില്ലാതാവുകയാണ്. മനുഷ്യരാശി എന്ന നിലയ്ക്ക് അവൻ പുതിയൊരു രൂപം സ്വീകരിക്കുന്നു. അഹംബോധവും വ്യക്തി വ്യതിരിക്തതകളും കുഴിച്ചു മൂടപ്പെടുന്നു. അവസാനം മിനാ വിടുമ്പോൾ നിങ്ങൾ മുസ്ലിം ഉമ്മയുടെ ഭാഗമായിത്തീരുന്നു. ഇബ്രാഹിം ആയിത്തീർന്നത് അതാണ്. നിങ്ങൾ അവിടെ വെച്ച് ഇബ്രാഹിമിനെ പോലെ പെരുമാറുന്നുമുണ്ട്. ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു. അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിച്ച കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ, പ്രകൃത്യാ നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. 16-ാമത്തെ അധ്യായം 120-ാമത്തെ വചനം. അവസാനം ഒന്ന് എല്ലാമാകുന്നു, എല്ലാം ഒന്നാകുന്നു, ഏവരും സമന്മാരാകുന്നു. ബഹുദൈവ വിശ്വാസികളുടെ സമൂഹം ഏകദൈവ വിശ്വാസികളുടെ സമൂഹമായി പരിവർത്തിക്കുന്നു. നേർമാർഗത്തിലുള്ള സമൂഹമാണിത്. പൂർണ്ണവും സജീവവും ഇസ്ലാമിക നേതൃത്വമുള്ളതുമായ ഒരു സമൂഹം. ഹജ്ജ് ചെയ്യുന്നവൻ തന്നിൽ നിന്ന് മുഖം അള്ളാഹുവിലേക്ക് തിരിക്കുന്നു. അവൻ അള്ളാഹുവിൻ്റെ ചൈതന്യത്താൽ അനുഗ്രഹീതനാണ്. ഒരു പ്രവാസഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് കടക്കുന്നു. നിങ്ങൾ കേവല യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നു. അജ്ഞതയും മർദ്ദനവും അതിജയിക്കുന്നു. ബോധവും നീതിയും നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നു. നിങ്ങൾ ബഹുദൈവത്വം ഉപേക്ഷിച്ച് ഏകദൈവത്വം സ്വീകരിക്കുന്നു. ഹജ്ജിന് മുമ്പ് ജനങ്ങൾ അവരുടെ മാനുഷികത അവഗണിച്ചിരുന്നു. അധികാരവും ധനവും കുടുംബവും വംശവും അവരെ അന്യരാക്കിയിരുന്നു. വെറുതെ നിലനിൽക്കുക എന്നതായിരുന്നു അവരുടെ ജീവിതോദ്ദേശം. എന്നാൽ ഹജ്ജ് അനുഭവം അവരെ സ്വയം കണ്ടെത്താൻ പ്രാപ്തരാക്കുന്നു. ഇപ്പോഴവർക്ക് പരസ്പരം ഒന്നായി മനസ്സിലാക്കാൻ കഴിയും. വ്യക്തിപരമായി മനുഷ്യരെന്ന് അറിയാൻ കഴിയും. അതുമാത്രം.